ഹലോ, ഇന്ന് നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ. അപ്പോൾ നമുക്കൊന്ന് ബീച്ചിൽ പോകാനോ. പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ലല്ലോ. ഫസ്റ്റ് തന്നെ മോയ്സ്ചറൈസർ ആട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ മെയിനായിട്ട് വേണ്ട ഒരു സാധനമാണ് സൺസ്ക്രീൻ. ഇപ്പോൾ വൈകുന്നേരം ആയാലും അത്യാവശ്യം നല്ല വെയിലാണല്ലോ. പിന്നെ ദേ ഈ ഒരു കൺസീലർ ഉണ്ടല്ലോ, എൻ്റെ അമ്മോ എനിക്ക് ഒന്നും പറയാനില്ല. നല്ല അടിപൊളി കൺസീലർ ആട്ടോ. നിങ്ങൾ തന്നെ നോക്കിക്കോളും. അത്യാവശ്യം നല്ല കവറേജ് തരുന്നുണ്ട്. എൻ്റെ കണ്ണിൻ്റെ അടിയിൽ അത്യാവശ്യം നല്ല ഡാർക്ക് സർക്കിൾസ് ഉണ്ട്. സെറ്റിംഗ് പൗഡറായിട്ട് ഞാൻ എൻ്റെ നിധിവാവയുടെ പൗഡർ ആട്ടോ. നിധിക്ക് ഇതുവരെയും പൗഡർ യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നിധിയുടെ പൗഡർ ഞാനും അമ്മയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇന്ന് എനിക്ക് പറയാനുള്ളത് ഈ ഐലൈനറിനെ കുറിച്ചാണ്. ഇതെൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ഐലൈനറാണ്. കാരണം അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. പിന്നെ നല്ല ഡാർക്കും ആട്ടോ. പിന്നെ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യമായിരുന്നു ഞാൻ ഈ ലാസ്റ്റ് സമയത്ത് ചെയ്തത് ലിപ് ബാമിൻ്റെ കാര്യം. ലിപ് ബാമിയുടെ സത്യത്തിൽ ഞാൻ മറന്നുപോയി. ലിപ് ബാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ നന്നായിട്ട് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്ന ഒരാളാട്ടോ. അങ്ങനെ ലിപ്സ്റ്റിക്ക് ഇങ്ങനെ യൂസ് ചെയ്ത് എൻ്റെ ചുണ്ടിൽ നല്ല പിഗ്മെൻറ്റേഷൻ ഉണ്ട്. അപ്പോൾ അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ലിപ് ബാം യൂസ് ചെയ്യുന്നത്. ഇതിന് റിസൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. അങ്ങനത്തെ ഞാൻ ഓൾമോസ്റ്റ് ഒക്കെ ഒരുങ്ങിക്കഴിഞ്ഞു. ഇതാണ് ഞാൻ ഇടുന്ന ഡ്രസ്സ്. ലിപ്സ്റ്റിക്കിനെ കുറിച്ച് ഞാൻ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഇതെൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്കാണ് നമ്മുടെ NYBയുടെ ലിപ്സ്റ്റിക്ക്. ഇതിൻ്റെ കൂടെ ഞാനൊരു ബാഗും കൂടി ഇടുന്നുണ്ട് കേട്ടോ. നിധിയുമായിട്ട് എവിടെയൊക്കെ പുറത്ത് പോയാലും എനിക്കൊരു ബാഗ് അത്യാവശ്യമാണ്. അപ്പോൾ ഞാൻ പോയിട്ട് വരാം. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അവിടുത്തെ ഒരു ഫോട്ടോ